ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മാർച്ച് 19, 2026 മാർക്കറ്റിൽ വളരെ മോശപ്പെട്ടൊരു ദിവസമായിരുന്നു. കാരണം സെൻസെക്സിലും നിഫ്റ്റിയിലും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ബാങ്ക് നിഫ്റ്റിയിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടിവ് കണ്ട ദിവസമായിരുന്നു. നമുക്കറിയാം, ഗ്ലോബൽ ടെൻഷൻ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയിൽ മാത്രം ഇന്ന് 775 പോയിൻറ്റിൻ്റെ ഡിഡക്ഷനാണ് വന്നിരിക്കുന്നത്. സെൻസെക്സിൽ 2496 പോയിൻറ്റ്, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 1875 പോയിൻ്റ് ഒരു റിഡക്ഷനാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഗ്ലോബൽ ഇഷ്യൂസ് തന്നെയാണ്. നമുക്കറിയാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ യുദ്ധം ഒരു പരിധി വിട്ട് എക്കോണമിയുടെ മുകളിലേക്ക് വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം കറൻസി വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം തുടങ്ങി മറ്റ് രാജ്യങ്ങളുടെ എനർജി സോഴ്സസിന് മുകളിലേക്കുള്ള ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇസ്രായേൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്തു. സൗദി, അതുപോലെ തന്നെ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ എണ്ണ ശേഖരത്തിനും ഗ്യാസ് ശേഖരത്തിനും ഇടയിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചു. ഇത് സാധാരണയായിട്ട് മറ്റൊരു രാജ്യങ്ങളെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഓൾറെഡി നമുക്കറിയാം, LPG ക്ഷാമം വന്നിരിക്കുകയാണ്. അതിന് പുറമെയാണ് ഇപ്പോൾ ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കൂടി പ്രശ്നം വന്നിരിക്കുന്നത്. നമുക്കറിയാം, 50%-ലധികം ഗ്യാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് ഖത്തറിൽ നിന്നാണ്. നമ്മുടെ സപ്ലയറാണ് ഖത്തർ. ആ ഒരു സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന ഒരു അറ്റാക്ക് ഇന്ത്യക്ക് മുകളിലുള്ള ഒരു സമ്മർദ്ദം കൂടിയാണ്. ഇന്ത്യക്ക് മുകളിലും ആ ഒരു ക്ഷാമം ബാധിച്ചേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് വളരെ ശക്തമായിട്ടുള്ള കറൻസി, പിന്നെ FIIs നമുക്കറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് ഈവൻ റൈസിങ് മാർക്കറ്റിൽ പോലും അവർ സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യൻ റുപ്പിയുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കറൻസി മാർക്കറ്റ് അവധിയായിരുന്നു എങ്കിലും നാളെ ഇപ്പോൾ നമുക്ക് വീണ്ടും അറിയാം $92 മുകളിലേക്ക് പോയി കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത്. മറ്റുള്ള എക്കോണമികൾക്ക് മുകളിലേക്കുള്ളൊരു കടന്നുകയറ്റമായിട്ട് ഇപ്പോഴത്തെ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന വാർ റിലേറ്റഡ് ഇപ്പോൾ ഗോൾഡ്, സിൽവർ ഒക്കെ തന്നെ ഇടിവിൻ്റെ പാതയിലാണ്. ഇന്ന് ഏകദേശം സിൽവർ 6.74% ഇൻട്രാഡേ ലോ വന്നു കഴിഞ്ഞു. ഗോൾഡ് 5.83%. ഇപ്പോൾ ബ്രെൻഡ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് $107. വീണ്ടും ഒരു നെഗറ്റീവ് ട്രെൻഡിങ് തന്നെയാണ് കാണുന്നത്. പക്ഷേ ടെക്നിക്കലി മാർക്കറ്റ് വളരെ വീക്കായി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയം ഏപ്രിൽ ഫസ്റ്റ് വീക്കിലായിരുന്നു ട്രംപിൻ്റെ സ്ഥാനാരോഹണവും പിന്നെ അതിനെക്കുറിച്ചുള്ള ടാരിഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓൾ ടൈം ലോ നമ്മൾ ഇതുവരെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. മാർക്കറ്റിനെ സംബന്ധിച്ച് 23,000-ന് മുകളിൽ നാളെ എത്രമാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 23,000-ന് താഴെ നിഫ്റ്റി തടയുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റിയുടെ ഒരു വീക്ക്നെസ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സപ്പോർട്ട് ലെവലുകൾ പറയുന്നതല്ല, പക്ഷേ അങ്ങനെ ഒരു ട്രംപിൻ്റെ ആ ഒരു സ്ഥാനാരോഹണ സമയത്തേക്ക് പോവുകയാണെങ്കിൽ ഇനിയും നമുക്കൊരു 1000 പോയിൻ്റ് കറക്ഷൻ ബാക്കിയുണ്ട്. അതൊരു ഇതായിട്ടല്ല പറയുന്നത്. അതിനിടയിൽ പുൾ ബാക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ജപ്പാൻ്റെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ ആരംഭിച്ചു എന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ചെറിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും നോക്കാം, നാളെ വളരെ